മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറെ നാളുകളിൽ എന്റെ സ്വർഗീയ പാർപ്പിടത്തിൽ, ഏറെ നാളുകളിൽ എന്റെ സ്വർഗീയ പാർപ്പിടത്തിൽ എത്തും വേഗം ദുഃഖം തീരും, ഏറിടുന്നു ആശ എന്നിൽ. എത്തും വേഗം ദുഃഖം തീരും, ഏറിടുന്നു ആശ എന്നിൽ. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ഷാജിമോൻ ബാംഗ്ലൂർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലൂടെ എന്നെ സേവിക്കുന്ന എല്ലാ സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. കാരണം വിശ്വാസത്തെ ദൈവം ആദരിക്കുന്നു. വിശ്വാസം ദൈവത്തെയും ആദരിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്താണ് വിശ്വാസം? വിശ്വാസം എന്നതിന് ഒരു നിർവചനം പറഞ്ഞാൽ, അചഞ്ചലനായ, വിശ്വസ്തനും സത്യവാനുമായ, നീതിയിൽ മാറ്റമില്ലാത്ത, വാഗ്ദാനങ്ങൾ നൽകുന്ന, ഒരിക്കലും പരാജയപ്പെടാത്ത ദൈവത്തിലുള്ള അന്ധമായ ആശയമാണ് വിശ്വാസം. വിശ്വാസം എന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുസരണത്തിൻ്റെ അച്ചടക്കമുള്ള ഒരു പ്രവൃത്തിയാണ്, വികാരങ്ങളുടെ ചാഞ്ചാട്ടമല്ല എന്ന് സ്പർജൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, മത്തായി സുവിശേഷം 21-ാം അധ്യായം 22-ാം വാക്യം, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. യേശു കർത്താവ് ശിഷ്യന്മാരെ അവരുടെ അല്പവിശ്വാസത്തെ ചൊല്ലി പലപ്പോഴും ശാസിച്ചിട്ടുണ്ട്. വിശ്വാസത്തോടെ നമുക്ക് ഇന്ന് കൃപയുടെ സിംഹാസനത്തിലേക്ക് ചെല്ലുവാനുള്ള എല്ലാ സാധ്യതയും ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലാം. കാരണം നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ കഷ്ടതകളിൽ സഹായിപ്പാൻ കഴിയാത്തവനല്ല. പൂർണ്ണ ഉറപ്പോടെ നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം, ദൈവം വിശ്വാസത്തെ മാനിക്കുന്നു എന്നുള്ളത് കാണുവാൻ കഴിയും. വിശ്വാസത്തിൽ ദൈവം പ്രസാദിക്കുന്നു. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. വിശ്വാസത്തോടെ വാഗ്ദാനങ്ങൾ അവകാശപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. രണ്ടാമതായി, പ്രാർത്ഥന ദൈവഹിത പ്രകാരമായിരിക്കണം. ദൈവഹിതത്തിൽ പ്രാർത്ഥിക്കുന്നതിലെ ആദ്യപടി കർത്താവിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങുക എന്നതാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു. അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. 16-ാം വാക്യം, നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ ലഭിച്ചു എന്നും അറിയുന്നു. ദൈവ ഇഷ്ടം നടക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വിശ്വാസത്താൽ നാം ഗത്സമനയിൽ യേശുക്രിസ്തുവിനോടൊപ്പം ചെല്ലണം. എന്താ യേശു കർത്താവ് പ്രാർത്ഥിച്ചത്? മത്തായി സുവിശേഷം 26-ാം അധ്യായം 39-ാം വാക്യം, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അനന്തരഫലങ്ങൾ എന്തു തന്നെയായാലും അത് ദൈവഹിതമെന്ന് വിശ്വസിക്കാനും അംഗീകരിക്കുവാനും നമുക്ക് സാധിക്കണം. വിശ്വാസത്താൽ ദൈവഹിതത്തിന് കീഴടങ്ങാതെ വിജയകരമായ പ്രാർത്ഥനയില്ല. ദൈവഹിതത്തിന് സമർപ്പണമില്ലാതെ
ഒരു പ്രാർത്ഥനയില്ല. ശരിയായി പറഞ്ഞാൽ ദൈവഹിതത്തെ ആലിംഗനം ചെയ്യുക. കാരണം അത് നല്ലത് മാത്രമായിരിക്കും. ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നത് ഏറ്റുപറയാത്ത പാപങ്ങളില്ലാതെയും ശുദ്ധമായ ഹൃദയത്തോടെയും മനോഭാവത്തോടെയും വിശ്വാസത്തിൽ ദൈവസന്നിധിയിലേക്ക് വരുന്നതാണ്. മത്തായി സുവിശേഷം 26-ാം അധ്യായം 42-ാം വാക്യത്തിൽ കർത്താവ് വീണ്ടും പ്രാർത്ഥിച്ചത്, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്നാണ്. ദൈവമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഞാനും നിങ്ങളും അവിടുത്തെ സൃഷ്ടികളാണ്. ദൈവം നല്ലവനാണ്. അവിടുത്തെ ഇഷ്ടം നല്ലത് മാത്രമായിരിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനുഷ്യബുദ്ധിക്ക് രൂപാന്തരപ്പെടുവാൻ ആവശ്യമുണ്ട്. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ദൈവഹിതം അറിയുവാൻ പൂർണ്ണമായ സമർപ്പണം ആവശ്യമാണ്. നിങ്ങളുടെ മനസ്സ് പുതുക്കപ്പെടണം. അപ്പോൾ ദൈവഹിതം എന്താണെന്ന് അറിയാം. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ മത്തായി സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുക, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ദൈവഹിതത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ നിമിത്തം പലപ്പോഴും പ്രാർത്ഥിക്കേണ്ടവണ്ണം പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നഷ്ടപ്പെട്ട ഒരാളുടെ രക്ഷയ്ക്കായി നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവഹിതത്തിലാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്കറിയാം. കാരണം പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം അത് വ്യക്തമായി പറയുന്നു. ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പാപമോചനത്തിനുള്ള ഏറ്റുപറച്ചിലും സ്തോത്രവും സ്തുതിയും എപ്പോഴും അവിടുത്തെ ഇഷ്ടമാണ്. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലും തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 17-18 വാക്യങ്ങളിലും നമുക്ക് അത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കേണ്ട യാഥാർത്ഥ്യം, ദൈവഹിതത്തിന് വേണ്ടിയാണോ നാം പ്രാർത്ഥിക്കുന്നത്, അതോ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയാണോ? പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തെ പറഞ്ഞറിയിക്കുകയാണ് നാം ചെയ്യുന്നത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോകുന്നതിന്റെ കാരണം അത് തന്നെയാണ്. അതാണ് യാക്കോബ് പറയുന്നത്, നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്തുക. പൂർണ്ണ വിശ്വാസത്തോടും ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ. എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ഒരു വസ്തുത പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന വലിയ ഒരു ആയുധമാണ്. പ്രാർത്ഥന ശീലമാക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ അതിന്റെ മാറ്റം തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഈ 2026-ൽ നമുക്ക് പ്രാർത്ഥനയിൽ പോരാടാം. കാരണം നമുക്ക് മുമ്പിലുള്ള നാളുകൾ അത്രമാത്രം കഠിനമാണ്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥമായി ഒരു പ്രാർത്ഥനാ ജീവിതമുള്ളവരായിരിക്കണം. നമ്മെക്കുറിച്ച് കർത്താവ് അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ദിവസത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? നിങ്ങൾക്കൊരു യഥാർത്ഥമായ പ്രാർത്ഥനാ ജീവിതമുണ്ടോ? പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട സമയമുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ ഈ 2026-ൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തണം. മാത്രമല്ല, അതിനുവേണ്ടി ഒരു സ്ഥലം വേർതിരിക്കണം. ആ സ്ഥലത്ത് പോയിരുന്ന ദൈവസന്നിധിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ, മാത്രമല്ല നമ്മുടെ മുമ്പിലുള്ള വലിയ ആ പോരാട്ടങ്ങളെ മുമ്പിൽ കണ്ടുകൊണ്ട് ആ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഏതാണ്ട് 145 കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് എത്ര പേരാണ് യഥാർത്ഥമായി ദൈവത്തെ അറിഞ്ഞിരിക്കുന്നത്? ദൈവത്തെ അറിയാതെ അന്ധകാരത്തിൽ കഴിയുന്ന ജനങ്ങൾ എത്രയോ വലിയൊരു കൂട്ടമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ? അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല, നാം നമ്മുടെ മുമ്പിൽ കാണുന്ന നശിച്ചു പോകുന്ന ജനങ്ങളെ ഓർത്ത് ഭാരത്തോടെ കരയുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഉടമയായിരിക്കണം ഓരോ വിശ്വാസികളും എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം യാക്കോബിനെ കുറിച്ച് വായിക്കുമ്പോൾ യാക്കോബ് പ്രാർത്ഥന മനുഷ്യനായിരുന്നു. യാക്കോബിനെ സംബന്ധിച്ച് പറയുന്നത്, യാക്കോബിന് ഒട്ടകങ്ങളുടെ മുട്ടുണ്ടായിരുന്നു, ക്യാമൽ നീസ് ഉണ്ടായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ
അതുപോലെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി അനേക മണിക്കൂറുകൾ ഈ ദിവസങ്ങൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു യാക്കോബ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന വലിയ ഒരു ആയുധമാണ്. ആ പ്രാർത്ഥനയാൽ അനേക കാര്യങ്ങൾ സാധിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നാം ഓരോ പ്രാർത്ഥനാ വീരന്മാരായി തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ 2026 നാം അങ്ങനെ ഒരു തീരുമാനമെടുക്കുക. ഞാൻ ദൈവസന്നിധിയിൽ അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രം അല്ല, മറ്റനേക വിഷയങ്ങളെ ഓർത്ത്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി, സുവിശേഷ വേലക്കാർക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, രാജ്യത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി, അതുപോലെ നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി, ഇങ്ങനെ അനേക വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമുക്ക് ഉത്തരം നൽകും. അങ്ങനെ ഈ വർഷം ഒരു പ്രാർത്ഥനയുടെ വർഷമാക്കി മാറ്റുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിന് ഈ ചിന്തകൾ പ്രചോദനം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നടത്തും അക്കരെ ഞാൻ ചേരും വരെയും, തൃക്കരങ്ങൾ എന്നെ നടത്തും അക്കരെ ഞാൻ ചേരും